ഈ പ്രാവശ്യം മോൻ്റെ സ്കൂളിലെ ടൂറ് എൻ്റെ സ്വന്തം ജന്മസ്ഥലമായ ഇടുക്കി ജില്ലയിലേക്കായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിതാ ഇവിടെ നിൽക്കുന്ന പരുന്തുംപാറയിലെ ഏറ്റവും ടോപ്പിലാണ്. നല്ല കാറ്റാണ് ഇവിടെ. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, നല്ല എന്നാ പറയണ്ടേ, ഒരു സുഖമുള്ള കാറ്റാണ് കേട്ടോ. എന്തായാലും സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിച്ച് താഴെ കളയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, വേലി കെട്ടിയിരിക്കുകയാണ്. താഴെ മൊത്തം കൊക്കയാണ്. കൊക്കയെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങോട്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ പൊട്ടി പോലും കിട്ടത്തില്ല, അത്രമാത്രം കൊക്കയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ മൂടൽമഞ്ഞുകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും ഉണ്ട്. ഈ വെയിലായിട്ടും ചെറിയതായിട്ട് മഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ സൂക്ഷിച്ചു പോകുക എന്നുള്ളതാണ്. അപകട സാധ്യത ഉള്ളത് കൊണ്ടാകട്ടോ ഇങ്ങനൊരു വേലിയൊക്കെ അവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ദിവസേന വരുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ അതാ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ കുട്ടികൾക്ക് മുന്തിരിപ്പാടം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇതുവരെ മുന്തിരിപ്പാടം കണ്ടിട്ടില്ല. ഇതാ അപ്പോൾ നമ്മൾ മുന്തിരിപ്പാടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, പഴുത്ത് നല്ല അടിപൊളിയായിട്ട് മുന്തിരിങ്ങ നല്ല പഴുത്ത് തൂങ്ങി കിടക്കുകയാണ്. ധാരാളം ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ദിവസവും വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ കുട്ടി ഇതിനു മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഈ മുന്തിരിങ്ങയൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ, ഫ്രഷായിട്ട് തന്നെ മുന്തിരിങ്ങ വിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ മുന്തിരിങ്ങയൊക്കെ ഫ്രഷായിട്ട് തന്നെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ വാഗമണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കവർ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പം സ്വന്തം നാടിൻ്റെ മഹത്വം കാണണമെങ്കിൽ മറ്റൊരു നാട്ടിൽ പോകണമെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞാനിവിടെ കിടക്കുന്ന സമയത്ത് ഇതിനോടൊന്നും എനിക്ക് വലിയ വിലയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആസ്വദിക്കാറുണ്ട് നമ്മുടെ നാടിൻ്റെ മനോഹാരിത. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പട്ടുമലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ സ്കൂൾ ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ പള്ളിയിൽ അകത്ത് കയറിയില്ല, നമ്മൾ പുറമേയൊക്കെ എല്ലാം കണ്ട് ഇറങ്ങി. ഈ പണ്ട് അകത്ത് കയറിയിട്ടുണ്ട്, ഇപ്രാവശ്യം കയറാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം നമ്മൾ വീണ്ടും വന്നത് EVT തേയില ഫാക്ടറിയുടെ അവിടെയാണ്. അപ്പം ഇവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേയിലയൊക്കെ വാങ്ങിച്ചു നമ്മൾ. അപ്പം ഇവിടെയും ഒരുപാട് കച്ചവടം ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. കുട്ടികൾക്കായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ വിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ മനോഹരമായിട്ടുള്ള വാഗമണ്ണിലെ പൂന്തോട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് പിന്നെ പാർക്കിൽ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് താഴെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നമ്മുടെ അയ്യത്തൊക്കെ, അതായത് പറമ്പിലൊക്കെ ചുമ്മാ കാട് പോലെ വളരുന്ന ചെടികളൊക്കെ ഇവിടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വളർത്തിയിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ അവർ മനോഹരമാക്കി സൂക്ഷിച്ചിരിക്കുന്നതെന്നുള്ള. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്, മൊട്ടക്കുന്നുകൾ മൊത്തം. എന്നുവെച്ചാൽ ചെറിയൊരു മഴ പെയ്താൽ മാത്രമേ ഇതിനൊരു മനോഹാരിതയുള്ളൂ. കാണുമ്പോൾ തന്നെ എന്നാ രസമാണെന്നറിയാം. അകലേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ വേണ്ടി. അപ്പം കുട്ടികളൊക്കെ നല്ല കളിയിലൊക്കെയാണ്. അവർക്ക് ഭയങ്കര സന്തോഷം പകരുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോട്ടപ്പുഴു ഉണ്ട്. അതായത് ഈ തോട്ടപ്പുഴു എന്നാണ് ഞങ്ങളവിടെ ഇടുക്കിക്കാർ പറയുന്നത്. ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ അതിന് പേര് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പം മഴ സമയത്ത് മാത്രം ഇത് കണ്ടമാനം ഉണ്ട് കേട്ടോ. അങ്ങനെ മൊട്ടക്കുന്നേലൊക്കെ ഊഞ്ഞാലാടുവാണ് നിവിയും കൂട്ടുകാരും ഒക്കെ. അപ്പം എന്തായാലും ഒരു അടിപൊളി ടൂറായിരുന്നെന്ന് വേണേൽ പറയാം. അപ്പോൾ എന്താ പറയുക, സ്വന്തം നാട്ടിൽ ടൂറായിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. അപ്പം മറ്റുള്ളവർ നമ്മുടെ നാടിനെപ്പറ്റി വർണ്ണിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിമാനം തോന്നിയ നിമിഷമാണ്. പിന്നെ എല്ലാവരും കൂടെ പാട്ട് ഡാൻസിനായിട്ട് നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളുടെ ഒപ്പം സപ്പോർട്ടുന്നുണ്ട്. അപ്പം ഇതാ കുട്ടികളുടെ ഒപ്പം പാട്ടും ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചയാണ് മൊട്ടക്കുന്നേലത്തെ. ഇങ്ങനൊരു ടൂറ് നമുക്കൊരിക്കലും വരാൻ കഴിയില്ല കുട്ടികൾ ഒത്ത്. കാരണം ഈ ഒരു വർഷത്തോടു കൂടി ഈ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിഞ്ഞ് പോകുന്ന നിമിഷമാണ്. അപ്പം എന്തായാലും ടൂറൊക്കെ ശുഭമായി ഞങ്ങൾ വീട്ടിൽ വന്നു. മേടിച്ചുകൊണ്ട് വന്ന തേയിലയൊക്കെ ഒന്ന് പരിശോധിച്ചു. എന്തായാലും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തേയിലയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുന്ന് ചോക്ലേറ്റ് മേടിച്ചായിരുന്നു, പലതരത്തിലുള്ളത്. അപ്പോൾ കുട്ടിക്കാണ് മേടിച്ചത്. അവനങ്ങനെ ചോക്ലേറ്റ് ഒന്നും കഴിക്കത്തില്ല, എന്നാലും ഒരു ഇതിനങ്ങ് മേടിച്ചു. ആ വർണ്ണം ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല നിറത്തിലുള്ളതൊക്കെ അവൻ എടുത്ത് കഴിച്ചു. ബാക്കി അവിടെ വെച്ച്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിങ്ങ, അത് നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം എന്തായാലും നല്ല കഴുകി വൃത്തിയായിട്ട് തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോന് കുറേശ്ശെയായിട്ട് എടുത്ത് കഴിച്ചോളും. അപ്പം ഞങ്ങളുടെ യാത്രയൊക്കെ നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ തന്നെ മടങ്ങിയെത്താൻ ദൈവം അനുഗ്രഹിച്ചു. അപ്പം ഈ ഒരു യാത്ര ഇവിടം കൊണ്ട് പൂർണ്ണമാകുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.